റാന്നി നിയമസഭാ മണ്ഡലത്തിൽ എത്ര പെന്തക്കോസ്തു വിശ്വാസികൾ കാണും? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റാന്നിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാന്നി മണ്ഡലത്തിൻ്റെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ പെന്തക്കോസ്തു സമൂഹത്തിന് വലിയൊരു റോളുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പെന്തക്കോസ്തു വിശ്വാസികളുള്ള പ്രദേശങ്ങളിലൊന്നാണ് റാന്നി. റാന്നിയിലെ മുഴുവൻ പെന്തക്കോസ്ത് സഭകളും ഐക്യതയോടെ ഒന്നിച്ചു നിന്നാൽ റാന്നിയിലെ മറ്റേത് സമൂഹത്തെക്കാൾ കൂടുതൽ ആളുകൾ പെന്തക്കോസ്തുകാർക്കുണ്ടെന്ന് ഉറപ്പായിട്ടും പറയാം. എന്നാൽ ഇത് ഉറപ്പിച്ചു പറയുന്നത് 5 തവണ ആ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച രാജു എബ്രഹാമാണ്. രാജു എബ്രഹാം ഇപ്പോൾ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമാണെന്ന് ഓർക്കുക. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, റാന്നി മണ്ഡലത്തിൽ പെന്തക്കോസ്തുകാർക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. തിരുവല്ലയിൽ PCI സംഘടിപ്പിച്ച പെന്തക്കോസ്തു വിശ്വാസികളായ ജനപ്രതിനിധികളെ ആദരിക്കുവാനുള്ള ചടങ്ങിൽ സംസാരിക്കവെയാണ് മുൻ റാന്നി MLA ആയ ശ്രീ രാജു എബ്രഹാം റാന്നി മണ്ഡലത്തെക്കുറിച്ചുള്ള തൻ്റെ ബോധ്യം തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുക. വാട്സപ്പിൽ ഇത് രാവിലെ പാസ്പോർട്ട് സംസാരിച്ചായിരുന്നു. പാസ്റ്ററിനെ വിളിച്ചിരുന്നു, PCIയുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. സത്യം ഞാൻ ബച്ചിച്ചറയായിരുന്നു. ഞാൻ ബച്ചിച്ചറക്കിനെ നേരെ വിട്ടുതരികയാണ്. വളരെ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ജോസഫ് പാസ്റ്ററിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ വർഷക്കാലമായി ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ തിരുവല്ല കൺവെൻഷൻ മൈതാനം, അവിടെ ഒരു വലിയ കൺവെൻഷൻ നഗറുണ്ടാക്കണമെന്ന് അന്നിരുന്ന ചെയർമാൻ സ്വന്തമാക്കി. എല്ലാ തടസ്സങ്ങളായിരുന്നു. ആ തടസ്സങ്ങൾ അന്ന് റാന്നിയായിരുന്നു എന്നെയാണ് കുറിച്ച് പറഞ്ഞത്. അത് ജോസഫ് പാസ്റ്റർ വളരെ സജീവമായി യുവജന അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും പ്രായമൊന്നും ആയിട്ടില്ല. അതപ്പോ ആ അപ്പിയറൻസ് ആണ് നമ്മുടെ ഒരു ജനപ്രതിനിധിയാണെങ്കിലും ആരാണെങ്കിലും ഒരു അപ്പിയറൻസ്, സൗന്ദര്യമല്ല, അതിന്റെ ആ വേ ഓഫ് പ്രസന്റേഷൻ ആണ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആളുകളൊക്കെ വന്നാൽ ഇങ്ങനെ മുഖം പൂർപ്പിച്ചു കെട്ടിയിരുന്നാൽ ഏത് വലിയ നേതാവാണെന്നുണ്ടെങ്കിലും മനസ്സിൽ നമുക്കൊരു അവജ്ഞ തോന്നും. അപ്പൊ എന്നാലും ഞാൻ സൂചിപ്പിച്ചത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുക. ഞാൻ ചർച്ചകളോട് ഉദാഹരണം പറഞ്ഞത്, ഞാൻ കൺവെൻഷൻ നഗർ പൂർത്തിയാകുന്നത് വരെ അന്ന് റവന്യൂ, പോലീസ് എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്കതൊരു അഭിനന്ദനം ആ കൺവെൻഷൻ നഗർ വെച്ച് പിന്നീട് എനിക്ക് കിട്ടുകയുണ്ടായി. ഒരു സമാപന സമ്മേളനം ഞായറാഴ്ച. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഒറ്റ ഉദാഹരണം, ഞാൻ അമുഖമായി സൂചിപ്പിച്ചത് ജോസഫ് പാസ്റ്ററുമായുള്ള ബന്ധം മാത്രമല്ല, ജനപ്രതിനിധികളുടെ മുമ്പിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്. നിയമത്തിന്റെ അഗ്രഗണ്യനാണ് നമ്മുടെ റൈസ്മാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇത് വലിയ സ്ഥാനാർത്ഥിയാണെന്ന് വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജയസൂര്, അങ്ങനെ അടക്കം എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ വേദിയിലുണ്ട്. ഞാനൊരു വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും പോകുന്നില്ല, കാരണം 10 മണിക്ക് തുടങ്ങിയതാണെന്ന് റൈസ്മാൻ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ബന്ധുക്കോസ്ത സഭയിൽ നിന്നും വിവിധ സഭകളിൽ നിന്നും 100-100-ലധികം ജനപ്രതിനിധികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർത്തമാനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം AGയുടെ സമാപന കൺവെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞത്. അവിടെ എന്റെ അധ്യക്ഷൻ TJ സാമുവൽ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. സമീപ ഭാവിയിൽ തന്നെ പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ജനപ്രതിനിധി ഉണ്ടാവും. ഞാൻ ഉൾപ്പെടെ അതിനെ കൈവരിച്ചു. കാരണം നമ്മളെല്ലാം കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കാരണം പൊതുസമൂഹത്തിന്റെ ഇടയിൽ
അംഗസംഖ്യയുടെ കാര്യത്തിൽ നമുക്കറിയാം. എന്റെ റാന്നി നിയോജക മണ്ഡലം എടുത്താൽ എല്ലാ ബന്ധുക്കോസ് സഭകളും ഒരുമിച്ച് നിന്നാൽ 1-ാം നമ്പർ ബന്ധുക്കോസ്. അതറിയാലോ, IPC കുമ്പനാട് കൺവെൻഷൻ തുടക്കമിട്ടത് റാന്നിയിലാണ്. എന്റെ വീടിന്റെ മുമ്പിലാണ് കുമ്പനാട് കൺവെൻഷൻ, പിന്നീടാണ് അത് കുമ്പനാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ നാടിനെ പ്രതികരിച്ച് 25 വർഷക്കാലം ദിവസത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ബന്ധുക്കോസ് വിഭാഗത്തെ മറന്നുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. കുമ്പനാട് ജനറൽ കൺവെൻഷനിൽ അന്ന് ഒരു 10 വർഷം മുമ്പാണെന്ന് തോന്നുന്നു അന്നത്തെ അതിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം എന്നെ വിശേഷിപ്പിച്ചു, ഞാൻ സ്വയം പറയുന്നത് ശരിയെന്ന് എനിക്കറിയാം, IPCയുടെ അംബാസിഡറാണ് രാജഗോപാൽ. കാരണം എന്താ, ബന്ധുക്കോസ് പ്രസ്ഥാനത്തിന് നേരെ കുറെ അക്രമങ്ങളുണ്ടായി. അത് കിളിമാനിലുണ്ടായി, അത് ആറ്റിങ്ങിലുണ്ടായി, തുടർന്ന് 5 സ്ഥലങ്ങളിൽ. ഈ 5 തവണയും നിയമസഭയിൽ ഈ വിഷയം സബ്മിഷനായിട്ട് ഞാൻ ഉന്നയിക്കുന്നത്. എന്റെ മറുപടി ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊരു രാഷ്ട്രീയ വ്യത്യാസങ്ങളായി. ആ പേരിലാണ് എനിക്ക് ഈ അനുമോദനം കിട്ടിയത്. അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും സ്വാഭാവികമായും ജനപ്രതിനിധികൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നവരായി മാറും. അത് പട്ടിണിയുടെ കാര്യം ഇവിടെ പറഞ്ഞു, കുടിവെള്ള പ്രശ്നമാവാം, പ്രാർത്ഥന നടത്താനുള്ള പ്രശ്നമാവാം, എനിക്ക് വീടുകളിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന വിധിയുണ്ടായി. അപ്പൊ അതിനെതിരെ ഗവൺമെന്റിനെ കൊണ്ടും സഭയെ കൊണ്ടും അപ്പീൽ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. വലിയൊരു പോരാട്ടം, അതൊരു പോരാട്ടത്തിന്റെ പാതയാണ്. വീടുകളിൽ പ്രാർത്ഥിക്കാമെന്നുള്ള പിന്നീടുള്ള വിധിന്യായം വരുന്നത് വരെയുള്ള ഒരു പോരാട്ടം പെന്തക്കോസ്ത് സഭകൾക്കൊപ്പം അസംബ്ലിയിൽ ഉൾപ്പെടെ ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ജനപ്രതിനിധികൾ ജനങ്ങളുടെ ദാസന്മാർ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. അത് കണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഏത് ജനപ്രതിനിധിക്കും വിജയിക്കാൻ. ജനപ്രതിനിധിയായ ഉദ്യോഗസ്ഥന്മാരൊന്ന് സാറേ എന്നൊക്കെ വിളിക്കുമ്പോ നമ്മൾ അറിയാതെ ഒന്ന് പൊങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ അതോടുകൂടി നമ്മുടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി. എളിമയാണ് തീർച്ചയായിട്ടും എല്ലാ ജനപ്രതിനിധികൾക്കും ഉണ്ടാവേണ്ട ഒരു മുഖമുദ്ര. അഴിമതിക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ലഹരിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടക്കുകയാണ്. ആ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഭരണകൂടത്തിനൊപ്പം നമ്മൾ നിൽക്കണം, ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയും. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നതാണ് അഴിമതി. അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ അനേക കാര്യങ്ങൾ, അതൊന്നും വിശദീകരിക്കാനുള്ള ഒരു വേദിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നു. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിദരിദ്രർ ഇല്ലാതായി എന്നൊരു പ്രഖ്യാപനം കേരളത്തിൽ നമ്മൾ അടുത്ത സമയത്തുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കേരളത്തിൽ പാവപ്പെട്ടവർ എന്ന വിഭാഗം ഇല്ലാതാവും. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത്. തീർച്ചയായിട്ടും അതിനുള്ള പ്രതീക്ഷയിലേക്ക് നമ്മുടെ ജനങ്ങൾ. അപ്പോൾ കേരളം വേറിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. നമ്മുടെ രാജ്യത്തെ പരിഗണിക്കുമ്പോൾ നീതി ആയോഗ് തന്നെ പറയുന്നത് 45ഓളം കാര്യങ്ങളിൽ കേരളം ഒന്നാമതാണ്. അതാണ്. അപ്പൊ ആ നേട്ടം നമ്മുടെ ജനങ്ങളുടെ നേട്ടം കൂടിയാണ്. ഭരണകൂടത്തിന്റെ മാത്രം നേട്ടമല്ല, ജനങ്ങളുടെ നേട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും ആ നേട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ജനപ്രതിനിധികൾ വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളത്. തീർച്ചയായിട്ടും നാടിന്റെ ആ മാറ്റത്തിന് വേണ്ടി നേതാക്കന്മാരായി നമ്മളെല്ലാം നേതാക്കന്മാരാണ്. സഭയാണെങ്കിലും മതമാണെങ്കിലും പള്ളിക്കൂടമാണെങ്കിലും സമൂഹമാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ നേതാക്കന്മാരാണ്. മുമ്പിൽ നയിക്കേണ്ടവരാണ്. അവർ മാതൃകയാണ്. ആ മാതൃക ജീവിതം നയിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. PCയെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇങ്ങനൊരു വലിയ സംരംഭത്തിന് നേതൃത്വം കൊടുത്ത PCയുടെ ജോസഫ് പാസ്റ്റർ അടക്കമുള്ള എല്ലാ പാസ്റ്റർമാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.